ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജ് കട്ട്ലറ്റിൻ്റെയും അതുപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യുവർ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. കൂടാതെ മുന്നേ ചെയ്ത വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വീഡിയോയിലോട്ട് പോയല്ലോ. ഞാനിവിടെ 1 കിലോ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിത് വേവിച്ചെടുക്കേണ്ട എളുപ്പത്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തേക്കണേ. ഇത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു എരിവിനായിട്ട് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി അല്ലിയാണ്. ഇത് ചെറിയ വെളുത്തുള്ളിയാണ്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 2-3 എടുത്താൽ മതിയാവും. 1/2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 വിസിലാണ് അടിച്ചേക്കണേ. ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ച് എടുക്കാം. ഇതുപോലൊരു പാനിലോട്ടാണ് ഞാൻ അരിച്ച് എടുക്കുന്നത്. ഇതുപോലെ അരിച്ചെടുക്കാം. ഇത്രയും വേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി കളയാം. ഇത് നല്ലപോലെ ബോയിൽ ചെയ്തെടുത്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കളഞ്ഞ് വറ്റിച്ചെടുക്കാം. ഇതിലോട്ട് 2-3 ഡ്രോപ്സ് റെഡ് കളർ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ലിക്വിഡ് കളറാണ്. നിങ്ങളുടെ കയ്യിൽ പൊടിയാണെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ കളർ ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ വേവിക്കുമ്പോൾ അതിനോടൊപ്പം ഒരു ചെറിയ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുത്തിട്ട് അരച്ചെടുത്താലും മതി. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ബോയിൽ ചെയ്തെടുക്കണം. എന്നാലാണ് ചെറുതായി ഒന്ന് കുറുകി വരുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, 4 to 5 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കുറുക്കി സോസിൻ്റെ പാകത്തിലാക്കി എടുക്കാം. നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പുഴുങ്ങി ഉടച്ച് എടുക്കാം. അത് പുഴുങ്ങി ഇതുപോലെ മാഷ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഒരു ചെറിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഒരു ചെറിയ ഓണിയൻ ചോപ്പ് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക.
ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഇതിലോട്ട് 1/4 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കുക, ഓപ്ഷനിലാണേ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 2 ബ്രെഡ് കൂടി പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്താലും മതി. 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കട്ട്ലറ്റ് ഡിപ്പ് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കുന്നത്. ഇത് മൈദ മിക്സിൽ മിക്സ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഇത് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നീട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണ റെഡി ഉണ്ട്. ഇതുപോലെ തന്നെ മറ്റുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വെജ് കട്ട്ലറ്റും ടൊമാറ്റോ സോസും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യുവർ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.